ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാനൊന്ന് കാണിക്കുന്നത് ഞങ്ങൾ സൂട്ട് കേസ് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ, നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. റയനാണെങ്കിൽ നല്ല ത്രില്ലാണ്. അവന് നാട്ടിൽ അപ്പച്ചനെയും അമ്മച്ചനെയൊക്കെ കാണാൻ പോകാനെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ 17-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന്. അപ്പോൾ 16-ാം തീയതി രാവിലെ തന്നെ നമ്മൾ രാവിലെ അല്ല കേട്ടോ, വൈകുന്നേരം ഉച്ച കഴിഞ്ഞില്ല, ഒരു വൈകുന്നേരം 8-8:30 ആയപ്പോൾ ഒസ്നാബ്രുക്കിൽ നിന്ന് ട്രെയിനിൽ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ പോയി. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-3.5 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് ഫേൺ ഫ്ലൂക്കാഫൻ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഹൗസ് എടുത്തില്ലെങ്കിൽ ലിഫ്റ്റ് എടുത്ത് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. അവിടുന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും ഹാങ്ങിങ് ട്രെയിനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗെൽബ് ബസ്സുണ്ട്, അത് എടുത്ത് നമ്മൾ ടെർമിനൽ 2 പോകണം. അവിടെ ടെർമിനൽ 2 പോയി കഴിഞ്ഞാണ് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ചെക്കിങ് നേരത്തെ ചെയ്തത് കൊണ്ട് നമുക്ക് വേഗം കാര്യങ്ങളായി കിട്ടി. ഞങ്ങൾക്ക് ഒരുപാട് നേരത്തെ എത്തിയായിരുന്നു കേട്ടോ, 2-3-4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ തന്നെ ആദ്യം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ എമിഗ്രേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇതിൽ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം എളുപ്പം കഴിഞ്ഞ് വന്നു. ഫ്ലൈറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ ആ യാത്ര നമ്മുടെ ഓസ്നാബ്രുക്കിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഉള്ളത് മാത്രമായിരുന്നു കുറച്ച് ദുരിതമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ നമുക്ക് ഹാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും റിഫ്രഷ് ചെയ്യാനൊക്കെ ഒരു ചെറിയൊരു സാനിറ്റൈസർ പോണൊക്കെ ഒരു പേപ്പർ കിട്ടി. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത ഡേട്ടെല്ലാം കയ്യിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ റയനാണെങ്കിൽ ഒത്തിരി ഹാപ്പിയായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് നമ്മൾ ദോഹയിൽ നിന്ന് പിന്നെ നമ്മൾ ബാംഗ്ലൂർക്കുമാണ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ സമ്മർ സീസണിലാവുമ്പോൾ ടിക്കറ്റിന് ഒരുപാട് റേറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്ത് വന്നത്. പിന്നെ ഫുഡും ഒരുപാട് നല്ല ഫുഡുകളായിരുന്നു. 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ദോഹ വരെയുള്ള ഫ്ലൈറ്റ് റയൻ ഒത്തിരി എൻജോയ് ചെയ്തു. അവന് അവയ്ക്കായിരുന്നു, രാത്രിയിലായിരുന്നു നമ്മൾ ട്രെയിൻ വന്നതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, സുഖമായിട്ട് വന്നു. പിന്നെ എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ എമിഗ്രേഷൻ്റെ സമയത്ത് റയൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന്. ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫുള്ള് ചെക്കപ്പും അതും ഇതൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ രാത്രി ട്രാവൽ ചെയ്ത് വന്നതാണ്, കുട്ടിയൊന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവർ കയറ്റി വിട്ടു. ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് അവർ കയറ്റി വിട്ടു. അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദോഹയിലേക്ക് ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ഉള്ള സീയുടെയും ലാൻഡിൻ്റെയൊക്കെ കൂടി ആ ബ്യൂട്ടിഫുൾ സീനായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ദോഹയിൽ ലാൻഡ് ചെയ്യുന്നു. ദോഹയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീണ്ടും അടുത്ത ബോർഡിങ്ങിനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ നിന്നും ദോഹയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങി ഈ ഫ്ലൈറ്റിൽ വന്നു. ഇതിലും നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചു. പിന്നെ ബോർഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ വന്ന് അവിടെ സീറ്റിൽ ഇരിക്കുക ചെയ്തേ, അല്ലാതെ യാതൊരു ചെക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഒരു 2:30 ആയപ്പോഴത്തേനും ലാൻഡ് ചെയ്തു. അവിടെ നിന്നൊരു ടാക്സി എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര ത്രില്ലിലാണ്, കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്നാണ് വരുന്നതെന്ന്. അതിൻ്റെ സർപ്രൈസ് വീഡിയോ ഇത് കഴിഞ്ഞ് പുറകെ ഇടാൻ കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് 3-4 ദിവസമായി. അപ്പം സമയം കിട്ടിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.